ഐക്കൺസ് ഓഫ് ഇന്ത്യ മലപ്പുറത്ത് തന്നെ തുടരുകയാണ്. ഇന്ന് ഐക്കൺസ് ഓഫ് ഇന്ത്യ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന അതിഥി ഗ്ലാസ്കോ ട്രേഡേഴ്സ് എന്ന സ്ഥാപനം നടത്തുന്ന മുനവ്വർ പയമ്പറോടൻ സാറാണ്. സാറിന്റെ വിശേഷങ്ങൾ കേൾക്കുവാനാണ് ഞങ്ങളുടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. കാരണം ഒരു യുവ വ്യവസായിയുടെ വിശേഷങ്ങൾ കേൾക്കാനായിട്ട്. ഗ്ലാസ്കോ ട്രേഡേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനം 2012 സ്റ്റാർട്ട് ചെയ്യുന്നത്. കോളേജ് പഠനകാലങ്ങളിലൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം. എൻ്റെ പേരൻസ് എല്ലാവരും ഒരു NRIs ആണ്. സൗദിയിലെ. അപ്പൊ അങ്ങോട്ട് പോകാനായിരുന്നു ഒബ്വിയസ്ലി ചെറുപ്പം മുതലേ ഉള്ള എൻ്റെ ആഗ്രഹങ്ങളും ഞാൻ കേട്ട് പരിചയിച്ചിട്ടുള്ള എല്ലാം NRI ബിസിനസ് ആയിരുന്നു. അപ്പൊ അങ്ങോട്ട് പോകാമെന്ന് അതിന് തയ്യാറായി നിൽക്കുന്ന സമയത്താണ് നാട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് വേണം എന്നുള്ളത്. ഏകദേശം അപ്പൊ ഇവിടുത്തെ വിദ്യാഭ്യാസം 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു 10ാം ക്ലാസ് +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഞാൻ BBA EMA കോളേജിലാണ് ചെയ്യുന്നത്. അതും അത് കഴിഞ്ഞ് നമ്മൾ സൗദിയിലേക്ക് പറക്കാൻ വേണ്ടി വിതുമ്പി അല്ലെ എന്താ പറയാ മനസ്സ് ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേറൊരു പുനർചിന്ത നമ്മുടെ മനസ്സിലേക്ക്. അത് എന്നെക്കാളും ആവശ്യം ശരിക്കും എന്റെ പേരൻസിനായിരുന്നു. എന്റെ ഫാദറിന്റെ ജ്യേഷ്ഠന്മാര് ഇതൊരു ഫാമിലി ബിസിനസ്സാണ്. അപ്പോൾ എല്ലാവർക്കും നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം, എന്തെങ്കിലും ഒരു പരിപാടി ബിസിനസ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിന്, നാടിനോടുള്ള സ്നേഹം. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ആക്ച്വലി ഇങ്ങനെ ഇവിടെ ഒരു ബിസിനസ് ചെയ്യാന്ന് തീരുമാനമായത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കുറച്ചു കാലങ്ങളായിട്ട് ഞാൻ അതിന്റെ ബാക്കിൽ കുറച്ചൊരു സ്റ്റഡിയും സർവേ ഒക്കെ നടത്തി. എന്ത് ബിസിനസ് ചെയ്യണം എത്ര കൊല്ലം നമ്മൾ സ്റ്റഡി ചെയ്തു? അറൗണ്ട് ഒരു വർഷത്തോളം. ബിൽഡിംഗ് മെറ്റീരിയലിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ കാലത്തും നിലനിൽക്കും. അത് സാച്ചുറേറ്റഡ് ആയാൽ പിന്നെ അതില്ലല്ലോ, നമ്മുടെ രാജ്യമില്ല. അപ്പോ അങ്ങനെ ഒരു സെഗ്മെന്റിലേക്കാണ്, ബിൽഡിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്ന സെഗ്മെന്റിലേക്കാണ് അങ്ങനെ വന്നത്. ചിലൊരു 3 മാസം ഞാനൊരു സെയിൽസിൽ പോയിരുന്നു. ആക്ച്വലി ഞാൻ എൻ്റെ സെയിൽസ് സ്കില്ല് കൂട്ടുന്നത് തന്നെ ഞാനൊരു ഓട്ടോമൊബൈൽ ഫീൽഡിൽ ഈ പറയുന്ന ഒരു വർഷ കാലഘട്ടത്തിൽ ഒരു 3 മാസം ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തിരുന്നു. ചെറിയ ജോലിയൊക്കെ ചെയ്ത് നോക്കി പറ്റുമോ എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് ഒരു കസ്റ്റമർ ഏത് രീതിയിലും പ്രൊവോക്ക് ചെയ്യാൻ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത് അവിടെ പഠിച്ചു. അതൊക്കെ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് തിരിഞ്ഞത്, ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നത്. അച്ഛന്റെ പേര് പറഞ്ഞോളൂ, നമ്മളിപ്പോ എന്തായാലും പാർട്ട്ണർമാരാണല്ലോ. ആ റൂട്ടില് ഫാദറിന്റെ പേര് അലവി പയമ്പറോടൻ, പിന്നെ ഫാദറിന്റെ ജ്യേഷ്ഠനാണ് പിന്നെ ഒരു പാർട്ട്ണർ, ആളെ പേര് അസംകുട്ടി പയമ്പറോടൻ. ദെൻ വേറൊരാള് വരുന്നത് ഹംസ പയമ്പറോടൻ, അതും ഫാദറിന്റെ ജ്യേഷ്ഠൻ തന്നെയാണ്. പിന്നെ ഹുസൈൻ, പിന്നെ MM എന്ന് പറയുന്നത്, അതായത് ആള് പിന്നെ പെങ്ങളെ ഭർത്താവിന്റെ ഫാദറാണ്. അപ്പൊ ഈ 5 പേരും കൂടിയാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. അതെ. പിന്നെ എന്റെ ഒരു കസിൻ ഉണ്ട്, അവന് ഭയങ്കര ബ്രാഞ്ച് ഹെഡ് ചെയ്യുന്നത് അവനാണ്, ആബിദ് എന്ന് പറയുന്നത്. അവനും അതേ പറയുന്ന ഒരു പാപ്പന്റെ ജ്യേഷ്ഠന്റെ മകനാണ്. അവനാണ് എന്റെ കൂടെ ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഒരു 5 വർഷമൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഷോറൂമിന്റെ റിനോവേഷൻ ചെയ്തു, കുറച്ചും കൂടി ഷോറൂം ഒന്ന് വലുതാക്കി. പിന്നെ അത് കഴിഞ്ഞ് നമ്മള് കാലിക്കറ്റ് ഒരു ഔട്ട്ലെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വിചാരിച്ച രീതിയിൽ സക്സസ് ആയില്ല, അത് ഡ്രോപ്പ് ചെയ്തു. പിന്നെ വേങ്ങര ഒരു ഷോപ്പ് ഇട്ടു, അതും പിന്നെ നല്ല രീതിയിൽ പോകുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ ഒന്നും കൂടി അവിടെ ഒന്ന് വലുതാക്കി ചെയ്യണം എന്ന് കരുതിയിട്ട് ഒരു വേറെ രീതിയിൽ വലുതാക്കിയിട്ട് തന്നെ അവിടെ ഷോറൂം വേറെ ചെയ്തു. ഇപ്പൊ നമ്മൾ കൊണ്ടോട്ടിയിൽ ഒരു ഷോപ്പ് ചെയ്യുന്നുണ്ട്, അത് നമ്മളും വേറൊരു ടീമും കൂടെയിട്ടാണ് അത് ചെയ്യുന്നത്. സോ ഇതാണ് ഇപ്പം അറ്റ് പ്രസന്റ് നിലവിൽ നമുക്ക് ഇതാണ് നമ്മുടെ ഗ്ലാസ്കോ ട്രേഡേഴ്സിന്റെ. അതെ, ഒരു വർഷം കൊണ്ട് നമ്മൾ കേരളാസ് ബിഗ്ഗസ്റ്റ് ഷോറൂം എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഒരു അറൗണ്ട് ഒരു 15,000-16,000 നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഷോറൂം, അതായത് കേരളത്തിലെ ഏറ്റവും വലിയ പ്ലൈവുഡിന്റെ ഷോറൂം ആയിരിക്കും നമ്മൾ ഇൻഷാ അല്ലാഹ് ചെയ്തു വരുന്നു. ഒരു വർഷം മാക്സിമം ഒരു 1.5 വർഷത്തിനുള്ളിൽ നമ്മളത് തീരും. പ്ലൈവുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കുകയാണ് അല്ലേ? നമ്മുടെ പ്ലൈവുഡ് നമ്മളൊരു ഓൺ ബ്രാൻഡ് ഉണ്ട് ആക്ച്വലി, ആനം പ്ലൈവുഡ്സ് എന്ന് ആനം പ്ലൈവുഡ്. ഓക്കെ. ഗ്ലാസ്കോ ട്രേഡേഴ്സിൽ എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്? ഗ്ലാസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പ്ലൈവുഡ്സ് ചെയ്യുന്നുണ്ട്. പ്ലൈവുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അറൗണ്ട് ഒരു 13ഓളം ബ്രാൻഡുകൾ ചെയ്യുന്നുണ്ട്. അതിൽ കൊമേഴ്ഷ്യൽ മുതൽ ടോപ്പ് എൻഡ് മെറ്റീരിയൽ വരെയുള്ള മെറ്റീരിയൽസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ PVC ഒരുപാട് വേരിയൻസ് ഉണ്ട്, അതിൽ PVC സെഗ്മെന്റ്സ് ഉണ്ട്, അതുപോലെ ലൂവേഴ്സ്, ഇന്റീരിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻഡയർ മെറ്റീരിയൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ നമ്മൾ ഹാർഡ്വെയർസ് ചെയ്യുന്നുണ്ട്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്ക്, ഇഞ്ചസ്, അതുപോലെ ചിമ്മിനി, ഹോബ്സ്, കിച്ചൺ, അതായത് ഒരു വീടിന്റെ കെട്ടുറപ്പിന് വേണ്ട എല്ലാ സാധനവും. ഈ ഇപ്പൊ ഇവിടെ നിന്ന് വിറ്റുകൊണ്ടിരിക്കുന്ന ആനം അല്ലെ, ആനം പ്ലൈവുഡ് ഭയങ്കര പേരാണ്. ഞാൻ ഇവിടെ
പറയണല്ല, ഭയങ്കര സ്ട്രോങ് സംഭവം എന്നാ പറയണത്. പെട്ടെന്നൊന്നും അങ്ങനെ പോകുന്നില്ല, പൊടിഞ്ഞു പോകുന്നില്ല. അതെ അതെ. നമ്മളെ അറൗണ്ട് ഒരു 8 വർഷത്തോളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആനം ബ്രാൻഡ്. ഓക്കെ. നമുക്ക് ആക്ച്വലി നമുക്കൊരു ഹോട്ട് കേക്ക് എന്ന് പറയുന്ന പോലെ തന്നെ കസ്റ്റമർ എപ്പോഴും റിപ്പീറ്റ് ഓർഡർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് ആനം ഇതല്ലേ, പ്ലൈവുഡ്. നമ്മൾ എപ്പോഴും നമ്മളെ സ്റ്റാഫിന്റെ അടുത്താണെങ്കിലും നമ്മളെ എൻ്റയർ ടീമിന്റെ അടുത്താണെന്നുണ്ടെങ്കിലും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കസ്റ്റമറിന് മാക്സിമം വാല്യൂ കൊടുക്കുക, നമ്മൾ ക്വാളിറ്റി അഷ്വർ ചെയ്യുക. നോർമലി നമ്മളെ നാട്ടിലുള്ള എൻ്റയർ സിസ്റ്റത്തിൽ ഉണ്ടാവുന്നത് ഈ ഒരു പ്ലൈവുഡ് ആയിക്കോട്ടെ, പ്ലൈവുഡിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ അവർ ഒരിക്കലും അത് ഏൽക്കൂല. നോർമലി അത് അവർ പിന്നെ കമ്പനിയായിട്ട് സംസാരിക്കുക, അവർ റെക്ടിഫൈ ചെയ്യുന്ന പറയാം. അപ്പോൾ ഗ്ലാസ്കോൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഗ്ലാസ്ക് അത് ഹെഡ് ചെയ്യും. അതാണ് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അഷുറൻസ്. 5 സ്റ്റാഫിനെ വെച്ചായിരുന്നു തുടങ്ങിയത്. ഇപ്പൊ അറൗണ്ട് ഒരു 40 അടുത്ത് എത്തി. അപ്പൊ ഈ നമുക്ക് ഈ ഗ്ലാസ് ഒക്കെ എവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്? ഗ്ലാസ് ആക്ച്വലി നമ്മൾ സെയിന്റ് ഗോബൈന്റെ ഡയറക്റ്റ് ഡീലറാണ്. ഗോബൈനാണ് വേൾഡിലെ നമ്പർ 1 ഗ്ലാസ് മാനുഫാക്ചേഴ്സ്. അതിന്റെ വൺ ഓഫ് ദ അവരെ കാറ്റഗറി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ പ്രീമിയം കാറ്റഗറിയിലുള്ള ഒരു കസ്റ്റമറാണ്. നമുക്ക് വ്യക്തിപരമായിട്ടുള്ള വിശേഷങ്ങളിലേക്ക് പോകാം അല്ലെ. ഇവിടെ തന്നെ ജനിച്ചത് ഇവിടെ തന്നെയാണ്. മലപ്പുറത്താണ്. ഉമ്മയുടെ പേര് അസ്മ. പിന്നെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്? ഞാൻ ഒരു മകനേ ഉള്ളൂ, പിന്നെ 2 സിസ്റ്റേഴ്സ് ഉള്ളത്. അവർ 2 പേരും കല്യാണം കഴിഞ്ഞിട്ട്. 2 സിസ്റ്റേഴ്സിന്റെ പേര് പറഞ്ഞു. ഒരാളെ പേര് അസ്ന, ഒരാളെ പേര് ഫസ്ന. പിന്നെ അവർക്ക് 2 പേർക്കും പിന്നെ ഹസ്ബൻഡ്സ് ഒക്കെ സൗദിയിലാണ്, അവരൊക്കെ GCC-ലാണ്. പഠിച്ചതൊക്കെ എവിടെയാണ്? ഞാൻ 10th വരെ പഠിച്ചത് എൻ്റെ നാട്ടിൽ തന്നെ MHS എന്ന് പറയുന്ന സ്കൂളിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് +2 പഠിച്ചത് ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത്. കലാപരമായിട്ടുള്ള എന്തെങ്കിലും കഴിവും കാര്യങ്ങളൊക്കെ? കലാപരമായിട്ട് പ്രത്യേകിച്ച് കഴിവുകളൊന്നും കാണിച്ചിട്ടില്ല. ഞാൻ സ്പോർട്സിലുണ്ടായിരുന്നു, ബാഡ്മിന്റൺ. മലപ്പുറത്തുള്ള ആദ്യമായിട്ടാണ് കുറെ ആളുകളുടെ വിശേഷം ഞങ്ങൾ വിശേഷങ്ങൾ പങ്കുവച്ചപ്പോഴും ഒരിക്കലും ഒരാൾ ബാഡ്മിന്റൺ വന്നിട്ടില്ല, എല്ലാം ഫുട്ബോളാണ്. ഞാൻ അവിടെ ബാഡ്മിന്റൺ ടീമിലുണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് ഒരു 25 വർഷത്തിന്റെ ഇടയ്ക്ക്, ഞാൻ വരുന്ന സമയത്ത് 25 വർഷമാണ് കോളേജ് ആയിട്ട്. ആദ്യമായിട്ട് ബി-സോൺ ചാമ്പ്യൻഷിപ്പ് എടുക്കുന്നത് ഞാൻ ക്യാപ്റ്റൻ ആകുന്ന സമയത്താണ്. ക്രസന്റ് സ്കൂൾ എന്ന് പറയും. ഇതും +2 നമ്മൾ വിജയിച്ചു അല്ലേ? അടുത്തതിലേക്ക് പോയതിനു ശേഷം BBA ചെയ്തു, ബിസിനസ് മാനേജ്മെന്റ്. അതിനുശേഷമാണ് നമ്മൾ സൗദിയിലേക്ക് വാപ്പ വിളിക്കുന്നത് അല്ലേ? അപ്പോൾ ഇനി അവിടെ നിൽക്കേണ്ട കാര്യമില്ല, നമുക്ക് സൗദി സാധാരണ പോകുന്ന പോലെ തന്നെ നമുക്ക് സൗദിയിലേക്ക് പോരുക. പക്ഷെ അവിടെയാണ് നമ്മൾ മാറി ചിന്തിച്ചോളെ നമുക്ക് നാട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്താലോ നമ്മുടെ നാടിന് വേണ്ടി ഗുണം ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഗ്ലാസ്കോ. നമ്മൾ അങ്ങോട്ട് പോകാതെ നമ്മുടെ വാപ്പ തന്ന ഒരു മൂലധനം കൊണ്ട് നമ്മൾ ഒന്ന് തുടങ്ങി വെച്ചു അല്ലെ. ഇന്ന് ഒരു 3ഓളം ബ്രാഞ്ചുകളായി, ഒരു 10-40ഓളം തൊഴിലാളികളായി, പിന്നെ കുറച്ച് അല്ലാതെയുള്ള തൊഴിലാളികളായി വലിയൊരു സ്ഥാപനമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നത്. എപ്പോഴായിരുന്നു കല്യാണം? 2014-ലായിരുന്നു. 2014? അതായത് ബിസിനസ് തുടങ്ങി 2 വർഷമായി. പിന്നെ വൈഫിന്റെ പേര്? ഷെബുല. എങ്ങനെയായിരുന്നു? പഠിക്കുമായിരുന്നു കല്യാണം കഴിക്കുമ്പോൾ? അല്ല, അവള് പിന്നെ ഡിഗ്രി +2 കഴിഞ്ഞ് ഡിഗ്രി ചെയ്യുന്ന സമയത്താണ് കല്യാണം. മക്കൾ എത്ര പേരായി? 3 പേര്. മക്കളുടെ പേര്? റൂഹി ജിയാൻ മോളാണ്, 2ാമത്തെ ആള് മുഹമ്മദ് ഇലൻ മോനാണ്, 3ാമത്തത് മുഹമ്മദ് ആമിർ. ഓക്കെ. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളുടെ ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ പ്രേക്ഷകർക്ക് വേണ്ടി സാറിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചതിന് ഒത്തിരി നന്ദിയുണ്ട് സാർ. താങ്ക് യു സർ.